നമസ്കാരം. ശബരിമലയിലെ അന്നദാന മെനുവിൽ മാറ്റം വരുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. മുൻപ് ശബരിമലയിൽ അന്നദാനത്തിന് പുലാവും സാമ്പാറുമായിരുന്നുവെന്നും അത് മാറ്റി സദ്യയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ അന്നദാനത്തിൽ ഒരു തീരുമാനമെടുത്തു. നേരത്തെ ഉണ്ടായിരുന്ന മെനുവിൽ ഉച്ചയ്ക്ക് പുലാവും സാമ്പാറുമായിരുന്നു. ഇത് മാറ്റി കേരളീയമായ സദ്യ കൊടുക്കണമെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. വെറും സദ്യയല്ല, പപ്പടവും പായസവും എല്ലാം ഉള്ള സദ്യ. കാരണം ഇത് ദേവസ്വം ബോർഡിന്റെ പണമല്ല, അയ്യപ്പന്മാർക്ക് വേണ്ടി നല്ല ഭക്ഷണം നൽകാൻ ഭക്തജനങ്ങൾ നൽകുന്ന പണമാണ്. ആ പണം ഉപയോഗിച്ച് ഏറ്റവും നല്ല സദ്യ അയ്യപ്പന്മാർക്ക് നൽകും. ഇന്ന് തീരുമാനമെടുത്തു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് നടപ്പിൽ വരും. പന്തളത്തെ അന്നദാനവും മെച്ചപ്പെടുത്തും. ശബരിമല തീർത്ഥാടനം മെച്ചപ്പെടുത്താൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഡിസംബർ 18-ാം തീയതി ഒരു യോഗം കൂടുമെന്നും കെ ജയകുമാർ വ്യക്തമാക്കി. അതേസമയം മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിൽ ജനത്തിരക്ക് തുടരുകയാണ്. ഇടമുറിയാതെ ഭക്തജന പ്രവാഹം തുടരുമ്പോഴും സുഖദർശനത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് സജ്ജമാണെന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം. വയറും മനസ്സും നിറയെ ആഹാരം കഴിച്ച് മലയിറങ്ങുന്നതിനെ സന്തോഷം പങ്കുവച്ചാണ് ഭക്തർ അന്നദാന മണ്ഡപം വിടുന്നത്. 16-ലധികം പേരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. ഈ വർഷം നട തുറന്ന ശേഷം 1,00,000 കവിഞ്ഞിരുന്നു. 3 നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത്. രാവിലെ 6 മുതൽ 11 മണി വരെ ഉപ്പുമാവും കടലക്കറിയും ചുക്കുകാപ്പി, തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ നൽകും. ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം 3:30 വരെ നീളും. പുലാവും ദാൽക്കറി, അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത്. വൈകിട്ട് 6:45 മുതൽ അത്താഴ വിതരണമുണ്ട്. ഇത് നട അടയ്ക്കുന്നവരെ തുടരും. കഞ്ഞിയും പുഴുക്കുമാണ് നൽകുന്നത്. ഉച്ചയ്ക്ക് സദ്യ നൽകാനുള്ള തീരുമാനം ഭക്തർക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഇതിലധികം ഭക്തർ എത്തുമ്പോഴും യാതൊരു പരാതിയുമില്ലാതെ വൃത്തിയോടെ ഭക്ഷണം നൽകാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അന്നദാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു. പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി 235 ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഭക്തർ കഴുകി വയ്ക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ് വാഷർ ഉപയോഗിച്ച് വീണ്ടും ചുടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും. ഒരേസമയം 1000-ഓളം പേർക്ക് ഭക്ഷണം വിളമ്പുന്നവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരണം സാധ്യമാകും. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിൽ ഒന്നാണ് ശബരിമലയിലേത്. മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലായാണ് അന്നദാന മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്.